ഫുഡി ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ബ്രെഡ് പിസയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. എയർ ഫ്രയറിൽ 2-3 മിനിറ്റ് കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിലേക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചീസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെ നമുക്ക് ചീസ് എടുക്കാം. പിന്നെ കുക്ക് ചെയ്തിട്ടുള്ള ചിക്കനാണ്. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ഇട്ടിട്ടാണ് കുക്ക് ചെയ്തത്. മഞ്ഞൾപ്പൊടി നമുക്ക് ഒഴിവാക്കാം, ഉപ്പ് ഇടാൻ മറക്കരുത്. പിന്നെ ഞാൻ 2 ഹോട്ട് ഡോഗാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ പിസ്സ സോസോ അല്ലെങ്കിൽ പിസ്സയിൽ ഉപയോഗിക്കുന്ന ഏത് സോസ് വേണമെങ്കിലും നമ്മൾ ടേസ്റ്റിനനുസരിച്ച് എടുക്കുക. ആദ്യം നമുക്ക് നമ്മുടെ ഹോട്ട് ഡോഗ് ഒന്ന് ജസ്റ്റ് സ്ലൈസ് ചെയ്തെടുക്കാം. ഹോട്ട് ഡോഗിന് പകരം പിസ്സയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പെപ്പറോണിയൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും, അത് വേണമെങ്കിൽ ഉപയോഗിക്കുക. പിന്നെ ഒരു അര സവോള എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചിക്കനും ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഞാൻ 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ 4 സ്ലൈഡും സ്ലൈസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പിള്ളേർക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അതിനുശേഷം ഞാൻ ടൊമാറ്റോ കെച്ചപ്പ് അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ സൈഡിലും എത്താൻ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിന് പകരം പിസ്സ സോസ് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നന്നായി സ്പ്രെഡ് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരെണ്ണത്തിലും ഞാൻ ചിക്കനും ഒരെണ്ണത്തിലും ഹോട്ട് ഡോഗുമാണ് വെക്കുന്നത്. അതൊന്ന് സ്പ്രെഡായി കഴിയുമ്പോഴത്തേനും കുറച്ച് ഒനിയനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒനിയന് പകരം നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പം ഒനിയൻ മാത്രം ചേർത്ത് കൊടുക്കും. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഒത്തിരി ക്വാണ്ടിറ്റി വേണം, കാരണം ബ്രെഡിൽ നമുക്ക് അതിൽ പറ്റുന്ന രീതിയിലാണ് നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ചിക്കനും ഹോട്ട് ഡോഗും വെച്ചതിന് ശേഷം സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞ ഒനിയൻ ചേർത്ത് കൊടുക്കുക. 2 ഒനിയൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ ചീസും അതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ എയർ ഫ്രയറിലാണ് കുക്ക് ചെയ്യുന്നത്. എയർ ഫ്രയറിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു 2-3 മിനിറ്റ് കൊണ്ട് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഓൾറെഡി കുക്ക്ഡ് ആണ്. എല്ലാ ഹോട്ട് ഡോഗ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും കുക്ക്ഡ് ആണ്. അപ്പോൾ മാക്സിമം ഒരു 3 മിനിറ്റോളം മതി നമുക്ക് നമ്മുടെ എയർ ഫ്രയറിൽ വയ്ക്കാൻ. അത് പല എയർ ഫ്രയറും പല രീതിയിലായിരിക്കും. അപ്പം ടെമ്പറേച്ചറൊക്കെ നോക്കിയിട്ട് വേണം സെറ്റ് ചെയ്യാൻ. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്ന എയർ ഫ്രയറിൽ ഒരു 180 ഡിഗ്രിയിൽ ഒരു 2-3 മിനിറ്റാണ് ഞാൻ വെക്കുന്നത്. അപ്പോഴത്തേനും നല്ല ക്രിസ്പി ആയിട്ട് ചീസൊക്കെ നല്ല മെൽറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അത് അതിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു 2-3 മിനിറ്റ് 2 മിനിറ്റ് തൊട്ട് 3 മിനിറ്റ് വരെ 180 ഡിഗ്രിയിൽ ഞാൻ എയർ ഫ്രൈ ചെയ്യാൻ വെക്കുന്നുണ്ട്. 3 മിനിറ്റിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള ബ്രെഡ് പിസ്സ റെഡി ആയിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്. സ്നാക്സ് ആക്കിയിട്ടൊക്കെ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ടിഫിനായിട്ട് കൊടുത്തു വിടണമെങ്കിൽ നമുക്കതിന് കൊടുത്തു വിടാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ്. സീ യു അഗെയിൻ.